പേര് ചോദിക്കുന്നുണ്ട് ഹാൻഡിൽ മാറ്റുമ്പോൾ ഏത് ക്ലച്ച് കേബിളാണ് സ്യൂട്ട് ആവുന്നതെന്ന്. ഇത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പൈപ്പൊക്കെ നല്ല പുത്തൻ പൈപ്പാണ് കേട്ടോ. ഇതിപ്പോൾ കൊണ്ടുപോയി FC കറക്റ്റ് സെറ്റാക്കല്ലേ. ബാറ്ററി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. വേണ്ടേ തുരുമ്പും മണ്ണ അതിനകത്ത്. തന്നെ ടൗണിലാണെങ്കിൽ ചാവി ഓഫ് ചെയ്താൽ പിന്നെ ലൈൻ വരത്തില്ല. ഹലോ ഗൈസ്, പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒബ്സർവേഷൻ പോലെയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇന്ന് പ്ലാനെന്ന് വെച്ചാൽ നമ്മളെ 220 ഇറക്കാനുള്ള പ്ലാനാണ്. ഇപ്പോൾ എനിക്ക് എങ്ങോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ അതും എടുത്തുകൊണ്ടേ പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകണമെന്ന് വെച്ചാൽ എനിക്ക് പാരിപ്പള്ളി വരെ പോവേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. മെയിനായിട്ട് ഒരു ഫോൺ അവിടെ കാണിക്കണം. അതുപോലെ തന്നെ നമ്മളെ 220 പെട്രോൾ സ്റ്റെയിനർ കൂടെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പെട്രോൾ ലീക്ക് ആകുന്നുണ്ട്. പിന്നെ അത് എടുക്കാൻ നിന്നില്ല. അതല്ല കുറച്ച് മിസ്സിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് എടുക്കാൻ നിന്നില്ല. ഇതും എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകില്ല കേട്ടോ. ഇന്ന് ഫുള്ള് ഈ വണ്ടിയല്ല, ഇവിടെ നിന്ന് അവിടെ പോകണ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വണ്ടിയിൽ. ബാക്കി നമ്മളെ 220 ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ എൻ്റെ ഒരു ഫോണുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് പാരിപ്പള്ളി ഒരു ഷോറൂം ഉണ്ട് കേട്ടോ ബജാജിൻ്റെ. അപ്പോൾ അവിടെ പോയി സ്പെയർ മേടിക്കണം. എനിക്ക് കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ പോയിട്ട് ഒന്നീ ഗൂഗിൾ ചേച്ചിയുടെ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ ഷോറൂം. പിന്നെ റോഡിൻ്റെ അവസ്ഥയൊന്നും പറയണ്ടല്ലോ. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ പാരിപ്പള്ളിയിൽ ബജാജിൻ്റെ ഷോറൂം. ചേച്ചി 220 പെട്രോൾ സ്റ്റെയിനർ ഉണ്ടോ? പെട്രോൾ സ്റ്റെയിനർ ടാങ്കിൽ വരുന്ന ഉണ്ടാവുമെന്തോ, ഇല്ലെങ്കിൽ നാട്ടിന് പോവേണ്ടി വരും. രണ്ട് സെയിം അല്ലേ? എത്ര ചേട്ടാ 220 180 പെട്രോൾ സ്റ്റെയിനർ സെയിം തന്നെ തന്നെയല്ലോ? ഇതെടുത്ത് വെച്ച് തന്നെ. മിററിൻ്റെ ബോൾട്ട് ഉണ്ടോ? മിറർ ബോൾട്ട് ഇല്ലേ? ഓക്കെ. കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 200 രൂപയാണ് കേട്ടോ റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇനി പോകണമെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് നമ്മളെ 220 കൊണ്ട് വർക്ക്ഷോപ്പിൽ പോകാനാണ് പ്ലാൻ. ക്യാപ്പാണ് സംഭവം. ഇതിനകത്ത് ലോക്കില്ല, ഈ ക്യാപ്പ് മാത്രമേ ഉള്ളേ. ഇതാണ് ആ ലോക്ക്. ലോക്ക് വന്നിട്ട് 162 രൂപ. പിന്നെ ഇത് അവഞ്ചറിൻ്റെ ക്ലച്ച് കേബിളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹാൻഡിൽ മാറ്റുമ്പോൾ ഏത് ക്ലച്ച് കേബിളാണ് സ്യൂട്ട് ആവുന്നതെന്ന്. ഇത് അവഞ്ചറിൻ്റെയാണ് കേട്ടോ. അവഞ്ചറിൻ്റെ ആകുമ്പോൾ നല്ല ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഗിയർ പെഡലിൻ്റെ സംഭവങ്ങളാണ്. ഇത് ഫുൾ സെറ്റുണ്ട്. ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഇത് പെഡലിന് മാത്രം 293 രൂപ. പിന്നെ അതിൻ്റെ ഒരു അകത്ത് വരുന്ന സാധനം കേട്ടോ 180. പിന്നെ ഈ റോഡ് വന്നിട്ട് 41 രൂപ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇനി വർക്ക്ഷോപ്പിൽ പോകണം. ഇത്ര എണ്ണ ഉള്ളു കേട്ടോ പമ്പ് വരെ പോകാൻ. ഇതിൽ നിന്ന് 100 എണ്ണ തന്നെ, ബാക്കി എണ്ണയൊക്കെ ബുള്ളറ്റ് എടുത്ത് ഓടിച്ച്. ലോക്കും ഇല്ലാത്തതുകൊണ്ട് പാടാണ് ഗൈസ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആകെ ഒരു തുള്ളി പെട്രോളേ ഉള്ളൂ കേട്ടോ. പമ്പ് വരെ എങ്ങനെയെങ്കിലും എത്തിക്കണം. എന്തായാലും പമ്പ് എത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇന്ധനം നിറയ്ക്കണം. ആ WD-40 ഉണ്ടോ?
ചെറുതേ എത്ര? 25. ക്യാമറ യൂട്യൂബ് ചാനൽ. ചാനൽ നോക്കിയാൽ ചേച്ചി അടുത്ത വീഡിയോ കാണാം. ചാനൽ നോക്കിയാൽ മതി, അടുത്ത വീഡിയോ കാണാം. MOTOMANIAC 46. അപ്പോൾ ഷോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവിടെ കാണാനില്ലല്ലോ. പള്ളി പൊട്ടുമുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവർ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് കേട്ടോ എൻ്റെ ഒരു വണ്ടി. പിന്നെ ഒരു ബുള്ളറ്റ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നോക്കാം. ഇവിടെ ഇട്ട് നോക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്കപ്പ് പിസ്റ്റൺ. സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. ഇതാണ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഇരിക്കുന്ന കാർബറേറ്ററിനകത്തിരിക്കുന്ന ബാക്കപ്പ് പിസ്റ്റണും അല്ല സടി ഈ ഒരു പീസും കണ്ടോ. ഇത് രണ്ട് കൈകൊള്ളി. ഈ ഒരു പീസും ഇതിനകത്ത് വരുന്ന ബാക്കപ്പ് പിസ്റ്റണും എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പുതിയ കാർബറേറ്റർ മേടിക്കാനല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പുതിയത് എടുക്കാതെ വെച്ചുകൊണ്ട് കുറച്ച് തുരുമ്പും കുറച്ച് ക്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോട്ടിംഗ് സെറ്റിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്. എന്തായാലും ഈ ഫ്ലോട്ടിംഗ് സെറ്റ് ഇടുന്നില്ല. ഞാൻ ഇപ്പോൾ മാറിയ ഫ്ലോട്ടിംഗ് സെറ്റ് എൻ്റെ നിന്ന് തന്നെ എടുത്തിടാനായിട്ട്. ഇതിനകത്തെ പാർട്സ് കാര്യങ്ങളെല്ലാം എൻ്റെ നിന്ന് എടുത്തിടാനാണ് പ്ലാൻ. ഗൈസ് അപ്പോൾ ഒരു വെടിക്കെട്ട് USD ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പൈപ്പൊക്കെ നല്ല പുത്തൻ പൈപ്പാണ് കേട്ടോ. ഇതിപ്പോൾ കൊണ്ടുപോയി FC-ക്ക് കറക്റ്റ് സെറ്റാക്കല്ലേ. അപ്പോൾ FC-ക്ക് ആണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ടീ സ്റ്റമ്പൊക്കെ കറക്റ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ വണ്ടിക്കാണെങ്കിലും ഈ ടീ സ്റ്റമ്പ് മാത്രം മാറ്റി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് പൊടി അടിച്ചിരിക്കണമെന്നുള്ള പുത്തൻ സാധനമാണ് കേട്ടോ. വേറെ പൈപ്പിലൊന്നും ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതെത്ര 9 അല്ലേ? ഒരു 9 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ കൊടുക്കും കേട്ടോ. എന്തായാലും 9 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല. USDയുടെ റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കിയാൽ തന്നെ അറിയാം. അത്യാവശ്യം നല്ലൊരു റേറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷോപ്പിൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അത് മറ്റേ പിസ്റ്റൺ ബോർ ചെയ്ത വണ്ടി. അത് എത്ര? 250 cc ആക്കിയാ? ഓ എന്താ പുതിയത് മേടിച്ചിട്ടാലോ? പുതിയ സിലിണ്ടർ കിട്ടാൻ എല്ലാം മാറ്റണോ? പുതിയ സിലിണ്ടറാ? ബാറ്ററി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം. ടാങ്കിനകത്താ വെള്ളം? ആ ലോക്ക് കറക്റ്റ് അടയാത്തോണ്ടാണ്. ആ ടാങ്കിൻ്റെ ലോക്കേ കറക്റ്റ് അറിയാത്തോണ്ടാണ്. വാഷ് ചെയ്യണോ? ഓ 100 നോക്ക് എന്തായാലും, അല്ലെങ്കിൽ പിന്നെ ഇരട്ടി പണിയാവും. കേട്ടില്ല. ആ
മറ്റേ സൈഡിൽ വരുന്നല്ലേ? എന്തായാലും ഇളക്കി നോക്ക്. ഇനി ഒന്നുകൂടെ ഇളക്കാൻ വയ്യ. ഇനി ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരുമല്ലേ? എന്തായാലും അതുകൂടെ നോക്ക്. ഗൈസ്, അപ്പോൾ ടാങ്ക് കൂടെ ഒന്ന് നോക്കണം കേട്ടോ. തുരുമ്പും കാര്യങ്ങളും ഈ സ്റ്റെയിനറിനകത്തുണ്ട്. ഇതല്ലല്ലോ പഴയ സ്റ്റെയിനറിനകത്ത്. കാണിച്ചു തരാം. വെള്ളം ഇറങ്ങിയിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. വേണ്ടേ, തുരുമ്പും മണ്ണ് അതിനകത്ത് വന്ന സ്ഥിതിക്ക് അതുകൂടെ ഒന്ന് ചെയ്തിട്ട് അപ്പോൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാൻ കേട്ടോ. ഉണ്ടോ? ഇത് വെള്ളമല്ലേ? കൊള്ളാം. തുരുമ്പും ചെളിയും വെള്ളവും ടാങ്കിനകത്ത് കിടന്നാണ് കേട്ടോ. ഇതിരുന്ന മണലാണ് കേട്ടോ, തുരുമ്പല്ല മണല്. നേരം കഷ്ടപ്പെട്ട് കേട്ടോ. ഇനിയിപ്പോൾ ടാങ്ക് ലോക്കും ഗിയറിൻ്റെ പെഡലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ. പുതിയ അടപ്പുണ്ട്. എന്തിനാണ്? ഓ, ബജാജിൻ്റെ സാധനം. ഇതേ മറ്റേ ഇതും കൂടെ ഇൻഡിക്കേറ്ററിൻ്റെ അതുകൂടെ നോക്കാം. ഇല്ലത് അവിടെ പോയെന്ന് വെച്ചാൽ അത് അത് തന്നെ ഹസാഡിൻ്റെ 2 വയർ കൊടുക്കാണ്ടേ. താണ്ടേ താഴെ ഇത് കണ്ടോ, ഈ റെഡും അത് മാത്രമേ ഉള്ളൂ. ഞാൻ കൊണ്ടുവരാം, സ്വിച്ച് എടുത്തോണ്ട് വരാം. പിന്നെ ക്ലച്ച് കേബിള് ഇതുകൂടെ ഒന്ന് ടൈറ്റ് ആക്കണം, കോണും പാടുകൂടെ. ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഗോപ്രോയിൽ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് പോയി കേട്ടോ. അപ്പോൾ വണ്ടി ഇപ്പോൾ ഓടിച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ക്ലച്ചൊക്കെ നല്ല സോഫ്റ്റായി കേട്ടോ, നല്ല സോഫ്റ്റായി. ഗിയറൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട്. എന്തുവാ മുമ്പ് ഒരുമാതിരി ഭയങ്കര ഒരു കടുപ്പ് വരുന്നു കേട്ടോ. എഞ്ചിൻ്റെ ലിവർ കൂടെ മാറുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആവുമെന്നാണ് കേട്ടോ പറഞ്ഞത്.
ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യമാണ് കുറച്ചിത്. ഫ്രണ്ട് ബ്രേക്ക് വിചാരിച്ച അത്ര ഇല്ല. കാർ നോക്കിയിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ ഓയിലൊക്കെ നല്ല ഓയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. ഒരുപാട് ഓടിയിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.